എല്ലാവർക്കും നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ആ ദുരൂഹതകൾ സാധാരണ നമ്മുടെ മലയാളികളുടെ ദൈനംദിന സംഭാഷണത്തിൽ വരുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. കൂടുതലും ഗൗരവമേറിയ സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇതില് ഈ പടത്തിലെ ഈ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ അതിൽ ഗൗരവമേറിയ വിഷയത്തോടൊപ്പം തന്നെ നർമ്മവും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യവും, പിന്നെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള രതീഷ് ബാലകൃഷ്ണ പൊതുവ സിനിമകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായ സാധനമുണ്ട്, കുറച്ചുകൂടി ഒരു ആക്ഷൻ സീക്വൻസുകളും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഗൗരവമേറിയ സിനിമ എന്നതിലപ്പുറം അതിനോട് ഒരു ഒരു നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും ആക്ഷേപഹാസ്യ രൂപത്തിൽ പറയുന്ന, നർമ്മത്തിൽ കലർന്ന് പറയുന്ന, കുറച്ചുകൂടി ഇമോഷണൽ കോഷ്യൻ്റുള്ള ആക്ഷൻ സീക്വൻസുകളുള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ കോണ്ടന്റുകളും നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസവും ഒരു വിശ്വാസവും തരുന്നൊരു കാര്യമാണ്, ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും 15-ാം തീയതി വിഷുക്കാലത്ത് തിയേറ്ററിൽ വരുമ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ അത് ആൾക്കാരെ, പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കും എന്നുള്ളൊരു വിശ്വാസവും, അത് വിഷു കൈനീട്ടമായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ച് വിജയിപ്പിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയുമുണ്ട്. താങ്ക് യു. അതായത് റോളിനെ കുറിച്ച് ഇപ്പൊ ഇതല്ല, അവിടെയല്ല ഇത് എന്റെ പേര് ഈ സിനിമയിൽ ജാഫർഖാൻ തന്നെയാണ്, ഇടുക്കിക്കാരൻ തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ. പിന്നെ എനിക്ക് ഡയറക്ടർ ആദ്യം ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കനകൻ കാമിനി കനകം അതിനകത്ത് അഭിനയിച്ച ഒരു പരിചയമുണ്ട്. അതുകൂടാതെ ആ ടൈം തൊട്ട് എനിക്ക് കുറച്ച് ആത്മബന്ധമുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീഫൻ സാർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണം തരുന്ന ഒരാളാണ്. അദ്ദേഹം എല്ലാവരും ആലോചിച്ച് ഒതുക്കി. അതുപോലെ തന്നെ നമ്മുടെ നായകൻ സാറും എല്ലാം കൂടി വിളിച്ചിട്ടാണ് ഞാൻ എല്ലാവരും കൂടി ആലോചിച്ച് മടക്കിയാണ് ഞാൻ ഈ സിനിമ വിളിച്ചത്. എനിക്കൊരു നല്ല വേഷമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇത്രയും കൂടുതലായിട്ടൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ചെയ്യുന്ന ഒരു 3-4 പടം ഇറങ്ങിയിട്ടുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇങ്ങനത്തുള്ള വലിയ പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ഒരു സാഹചര്യത്തിൽ. അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വേറെ രൂപത്തിലേക്കാക്കി മാറ്റി എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ വിഷുവിന് ഇറങ്ങുകയാണ്. എല്ലാവരും ഈ പടം കാണണം, കണ്ട് ഞങ്ങളെ സഹായിക്കണം എന്നാണ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും, നിങ്ങളും മീഡിയക്കാരും എല്ലാവരും, എല്ലാ നാട്ടുകാരും ഈ പടം വിജയിപ്പിക്കണമെന്ന് പറയുന്നു. അടുത്ത റൗണ്ടിൽ ഞാൻ പറഞ്ഞാൽ പോലെ ഇനി എന്നെ പറയണമെന്ന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ 15-ാം തീയതി ഞങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക്. ഞങ്ങൾ എല്ലാവരും അത് രണ്ടാമത്തെ പ്രാവശ്യം ഇരിക്കുന്നതല്ലേ? ഇതെല്ലാവരും കേട്ടില്ലേ? കുഴപ്പമില്ല, കേട്ടില്ലേ? കുഴപ്പമില്ല. സജിൻ എല്ലാവർക്കും നമസ്കാരം. രതീഷേട്ടനൊപ്പം വർക്ക് ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ പടത്തിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യണത് ചാക്കോച്ചനാണ്. അപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റോട് ഡയറക്ടറാണ് രതീഷേട്ടൻ. രതീഷേട്ടൻ്റെ പടമാണെങ്കിലും നാത്തൻ കേസോട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകൻ കാമിനി കലം, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അന്നോട്ടെ രതീഷേട്ടൻ വർക്ക് ചെയ്യണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സംഭവിച്ചു. അത് ലിസിൻ ചേട്ടനൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ ഭയങ്കര എളുപ്പമായിരുന്നു. രതീഷേട്ടൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ വലിയ അഭിനയിച്ച് കാണിച്ചു. അത് ഭയങ്കര സിമ്പിളായിരുന്നു, കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സോങ്ങുകളൊക്കെ കണ്ടിരുന്നു. ഇതിലെ സോങ് ഞാൻ ആൽക്കരിക്കുന്ന സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അതിൽ ചാക്കോച്ചിനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും റിസ്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 15-ാം തീയതി പടം വരുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഇതിൽ രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരു പോയിന്റിൽ ഈ ക്യാരക്ടറിന്റെ കാല് ഇഞ്ചുറി ആവും.
അപ്പൊ അതിനുശേഷം ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ ക്യാരക്ടറിന്റെ ആർക്ക്. അപ്പോ റിയൽ ആയിട്ട് അത് ഷൂട്ട് ചെയ്ത് തൊട്ട് മുന്നേ എന്റെ കാല് ശരിക്കും ഇഞ്ചുറി ആയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇൻഫാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് പിന്നെ ത്രൂ ഔട്ട് പിന്നെ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദുരൂഹ സാഹചര്യങ്ങൾ ആ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ വേറെ പടമാണെങ്കിൽ അപ്പൊ തന്നെ പാക്കറ്റ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് അത് വന്നു. പക്ഷെ അവർക്ക് ഇവരെല്ലാം കൂടി അങ്ങനെ അത് ചെറിയ പരിക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് 4 ദിവസം ഒരു 5 ദിവസത്തെ റെസ്റ്റ് വന്നതിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഭയങ്കര ഡിഫറെന്റ് ലുക്കാണ്. രതീഷേന്റെ പടത്തിലൊക്കെ അങ്ങനെയാണ്. എന്നെയൊക്കെ കാണാത്ത രീതിയിലാണ് ക്ലീൻ ഷേവ് ചെയ്ത് മാർക്കൊക്കെ ഉണ്ട്, ഒരു പാച്ച് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാഫർക്കാട് നേരത്തെ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ, ചാക്കോച്ചന്റെ ആണെങ്കിലും എല്ലാവരും രതീഷേന്റെ ഒക്കെ ആണെങ്കിലും. പിന്നെ ഒരു ഇതിൽ 4 ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. രതീഷ് മഹാരാഷ്ട്ര പൊതുവാൾ, ദിലീഷ് പോത്തൻ, രാജേഷ് മാധവൻ, ചിദംബരം ഇവരൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. എന്തായാലും 15-ാം തീയതി സിനിമ വരികയാണ്. എന്തായാലും അടിപൊളി സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉദയ പിക്ചേഴ്സും മാജിക് ഫ്രെയിംസും കോംബോ. നിങ്ങൾ 2 ഇവിടെ ഒരുമിച്ചാണ് ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് അറിയേണ്ടിയിരിക്കുന്നു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പറയൂ സാർ. ചാക്കോച്ചൻ തന്നെയാണ് ഈ പ്രോജക്റ്റ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം തീർച്ചയായിട്ടും ചാക്കോച്ചനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള ട്രാഫിക്കിലേക്ക് ഞാൻ വരുമ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ് ചാക്കോച്ചനുമായിട്ട്. സോ ഈ സിനിമയുടെ ഡയറക്ടറും ചാക്കോച്ചനും തമ്മിലുള്ള സൗഹൃദത്തിൽ തന്നെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ചാക്കോച്ചൻ അത് എൻ്റെ അടുത്തേക്ക് ഈ സബ്ജക്റ്റ് പറയുകയും ഈ പടം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പം അത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു മാക്സിമം പെർഫോമൻസ് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, കഴിഞ്ഞ പടമാണെങ്കിലും ചാക്കോച്ചനും ദിലീഷും തമ്മിലുള്ളൊരു പടത്തിൽ ചാക്കോച്ചൻ്റെ ഒരു വേറിട്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചാക്കോച്ചനായിക്കോട്ടെ, സജിനായിക്കോട്ടെ, ജാഫ്രിക്കയൊക്കെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഒരു വേറിട്ട ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ നന്നായിട്ട് മാക്സിമം ആ ഡയറക്ടർ എടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിഷു ദിനത്തിലാണ് ഈ സിനിമ റിലീസാവുന്നത്. അതായത് സിനിമയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ മാർച്ച് 18-ാം തീയതി മുതൽ സിനിമകൾ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സിനിമകളും ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കൂടെ ഇപ്പോൾ ലാസ്റ്റ് മോഹിനിയാട്ടം ആയിക്കോട്ടെ, വാഴ 2 ആയിക്കോട്ടെ, എല്ലാം ഗംഭീര കളക്ഷനിൽ പോവാണ്. ഇനി ടോവിനോയുടെ പടം ഇറങ്ങുന്നു, കൂടെ നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ വെക്കേഷൻ ടൈമാണ്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഇപ്പം ആ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ വിഷു ദിനത്തിൽ തന്നെ ഈ സിനിമ കൊണ്ടിറക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു. ശരണ്യ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരുപാട് ചാക്കോച്ചനൊക്കെ ഒരുപാട് സിനിമകൾ കാണുമ്പോഴൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഐ വോണ്ട് ടു വർക്ക് വിത്ത് എന്ന്, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കണം എന്നൊക്കെ. അത് ഇപ്പൊ അത് ശരി, ആ ഒരു ഡ്രീം കം ട്രൂ വന്നപ്പോഴുള്ള ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ചാക്കോച്ചനെ നമ്മളിപ്പോഴും ആസ് ആൻ ഓഡിയൻസ് നമ്മളിപ്പോഴും കണ്ട് ആസ്വദിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വി യൂസ് ടു പേഴ്സണലി വിഷ്വലി റൊമാൻറ്റിസൈസ് നമ്മുടെ സ്വന്തം ആളെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നാണ് ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിം. അപ്പോൾ ഫസ്റ്റ് ടൈം നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ദിസ് ഇസ് ടു ഫാസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. എനിക്ക് തോന്നിയില്ല, ലൈക്ക് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു എനിക്ക് തോന്നിയില്ല. സോ ഐ ഹാഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് ലെവൽ അപ്പ് എന്നുള്ള സാധനം, സോ ദാറ്റ് ഐ കൻ നോട്ട് മേക്ക് മിസ്റ്റേക്ക് എന്നുള്ളൊരു സാധനം. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ബട്ട് താങ്ക്ഫുള്ളി ചാക്കോച്ചൻ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു, ഭയങ്കര സിമ്പിൾ ആൻഡ് കാമായിരുന്നു. ആൻഡ് ഞാനായിരുന്നു കൂടുതൽ നെർവസ്. ഇവൻ ദോ ആ മൂവിയിലെ എൻ്റെ ക്യാരക്ടർ, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ മിനി എന്ന് പറഞ്ഞാണ് എൻ്റെ പേര്. അപ്പോൾ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മിനി കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് എൻ്റെ പ്രിപ്പറേഷൻ, ലൈക്ക് ഐ വാസ് വർക്കിംഗ് സോ ഹാർഡ് സോ ദാറ്റ് ഐ കുഡ് മേക്ക് ഇറ്റ് ഈസി എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചു മുമ്പ് ചാക്കോച്ചൻ ഇട്ടൊരു പേരുണ്ട് മിനിക്ക്, അല്ലേ? തീപ്പൊരി മിനി. ഇനി അങ്ങനെ അറിയപ്പെടട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ശരണ്യ, താങ്ക് യു. ഹലോ, ലിസ്റ്റിൻ്റെ അടുത്താണ് മൊത്തത്തിൽ ഒരു ദുരൂഹത നിൽക്കുന്നുണ്ട് ഈ സിനിമയിൽ.
അല്ലെ രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് ലിസ്റ്റിൻ ചാക്കോച്ചനുമായിട്ട് ആദ്യം ഒന്നിക്കണം. ഇതിനു മുമ്പ് പൃഥ്വിരാജുമായിട്ട് പ്രൊഡക്ഷൻ, അതിനുശേഷം നിവിൻ പോളിയായിട്ട് പ്രൊഡക്ഷൻ, ഇപ്പോൾ ചാക്കോച്ചനുമായിട്ടുള്ള പ്രൊഡക്ഷൻ. അതിൽ ഈ കഴിഞ്ഞ സിനിമകളിൽ പൃഥ്വിയായിട്ടും നിവിനുമായിട്ടൊന്നും അവരിൽ നിന്നും പിന്നെ കൂടാതെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ചാക്കോച്ചനോട് കൂടി അതിൽ ദുരൂഹത എന്തോ ഒളിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇല്ല, ഇതാണ് അതിന് ആപ്റ്റായിട്ട് വന്ന സിനിമ എന്നാണ് ചാക്കോച്ചൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈ ഓർത്തുന്നേ ഉള്ളൂ. ഞങ്ങള് പല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റിയ സിനിമ അങ്ങനെയാണല്ലോ, സിനിമകൾ സംഭവിക്കുന്നതാണ്. ഈ സിനിമ കോപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. അല്ല, ഈ നിവിനുമായിട്ട് പിന്നീട് സിനിമകളൊന്നും കാണുന്നില്ല. നിവിനുമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി പോലും ഇപ്പം നിങ്ങൾ ഒരുമിച്ചില്ല എന്നാണ് നമുക്ക് പൊതുവെ അറിയാവുന്നത്. ചാക്കോച്ചനുമായിട്ട് ഇനി തുടർന്നു പോകാനുള്ള ഒരു താല്പര്യം എത്രമാത്രം ഉണ്ടാവും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം സംഭവിക്കുന്നതാണല്ലോ സന്തോഷം. നമ്മൾ സിനിമകൾ ഹിറ്റ് ആവുകയും അല്ലെങ്കിൽ നമ്മൾ കോപ്പറേഷൻ ചെയ്തപ്പോൾ നമ്മളൊരു പ്രതീക്ഷിച്ച ഒരു കാര്യം പോസിറ്റീവായിട്ട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇതങ്ങനെ ഒരു പ്രത്യേക ഒരു ഇന്റൻഷനിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഇതൊരു സൂപ്പർ ഹിറ്റായി ഭയങ്കര പൈസ ഉണ്ടാക്കി അങ്ങനെയല്ല. സിനിമകൾ ഹിറ്റാവുന്നതെല്ലാം സംഭവിക്കുന്നതാണ്. രണ്ടുപേര് തമ്മിൽ ചേരാമെന്ന് അല്ലെങ്കിൽ കോപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതാണല്ലോ വലിയൊരു കാര്യം. അപ്പം അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ചാക്കോച്ചൻ ലിസ്റ്റിനായിട്ട് ഒത്തിരി കാലത്തെ ബന്ധങ്ങളുണ്ട്. ഇപ്പോഴാണെന്ന് ഒന്നിക്കുന്നത്. ഈ ലിസ്റ്റിൻ ചെയ്യുന്ന പടങ്ങളും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഒരു സക്സസ് മാനായിട്ട് ലിസ്റ്റിനെ കണ്ടത് കൊണ്ടാണ് ലിസ്റ്റിനുമായിട്ടൊന്ന് കൈകോർക്കാം അല്ലെങ്കിൽ ലിസ്റ്റിനുമായിട്ട് ചേർന്ന് പോകാമെന്ന് ഈ സിനിമയ്ക്കൊന്ന് തീരുമാനിക്കാൻ കാരണം? ലിസ്റ്റിന്റെ തുടക്ക സിനിമ ട്രാഫിക് മുതലൊരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാനും ലിസ്റ്റിനും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അതിന് ശേഷവും ഹൗൾഡാറി കൂടുതൽ സിനിമകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സാഹചര്യമുണ്ട്. അത് വിജയിച്ച സിനിമകൾ മാത്രമല്ല, പരാജയപ്പെട്ട സിനിമകളും അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വിജയിച്ച സിനിമകൾ മാത്രം കണക്കിലെടുത്തിട്ടാണ് ഈ കൂട്ടായ്മ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ്. പരാജയപ്പെട്ട സിനിമകളുണ്ട്, നല്ല അഭിപ്രായം കിട്ടിയിട്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്, അഭിപ്രായം കിട്ടാതെയും പരാജയപ്പെട്ട സിനിമകളുണ്ട്, വിജയിച്ച സിനിമകൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിനിമകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് നല്ല സിനിമകൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഈ ഒരു സിനിമയുമായിട്ട് ഞങ്ങൾ ഒത്തുചേരുന്നത്. അത് അഭിനേതാവ് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലും ആദ്യമായിട്ട് ഒത്തുചേരുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ലിസ്റ്റിൻ എന്നുള്ളൊരു ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ഒരു ആക്ടറിന്റെ മാർക്കറ്റബിലിറ്റി നോക്കിയിട്ടോ ഒന്നും അല്ല ഇത് സംഭവിക്കുന്നത്. ഒരു നല്ല സിനിമ ഉണ്ടാവണം, അപ്പോൾ അതിന് ഉള്ള സാഹചര്യങ്ങൾ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തും ഒരു വിശ്വാസത്തിന് പുറത്തും ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു ഒരു തോന്നലുമാണ് ശരിക്കും ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമായത്. ഈ സിനിമയുടെ ജയപരാജയങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബാധകമാകുമോ എന്നുള്ളത് അതൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒന്നിച്ചുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആവട്ടെ അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഇതിന്റെ ജയപരാജയങ്ങൾക്കപ്പുറം നല്ല സിനിമകൾക്ക് വേണ്ടി വീണ്ടും ഒന്ന് ചെയ്യും. താങ്ക് യു. ട്രെയിലർ നോക്കുവാണെങ്കിൽ ഇവരൊരു ചിരിക്കാത്താണെങ്കിൽ പോലും ചാക്കോച്ചൻ ഇതിൽ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ചിരി വരെ. ഓൾസോ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ പുതുമയായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു ഈ സിനിമയിൽ ചാക്കോച്ചൻ ചെയ്യാനായിട്ട്? ചാക്കോച്ചൻ ഇതുവരെ ചെയ്യാത്തതായിട്ടുള്ള എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഈ സിനിമയിൽ? അല്ല, ഇതില് ശരിക്കും രതീഷ് പൊതുവാൾ എന്നൊരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് സൈഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം എന്റെ കഥാപാത്രം മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും ഇപ്പൊ സച്ചിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ദിലീഷിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും ഈവൻ ജാഫ്രിക്കയുടെ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാവരുടെയും അപ്പിയറൻസുകളിൽ തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതികളിലാണെങ്കിലും അവർ പെർഫോം ചെയ്യുന്ന രീതികളിലാണെങ്കിലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതില് സച്ചിന്റെ ക്യാരക്ടർ ഒരു കെമിസ്ട്രിയാണ്, ജാമ്യനാണ്. അപ്പോൾ അതില് സജിൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വായുവിൽ എഴുതും. സാധാരണ നമ്മൾ സാറന്മാരെ പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി എഴുതും.
അപ്പൊ ഞാൻ രതീഷിനോട് ചോദിച്ചു, അത്രയ്ക്ക് അങ്ങ് വേണോ, അത്ര ഡീറ്റെയിലിംഗ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഈ അടുത്ത് എൻ്റെ മദറിലോ പ്രിയയുടെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി ബയോളജി ടീച്ചറായിരുന്നു. അപ്പോൾ ഞാനെന്തോ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നിടയ്ക്ക് പുള്ളിക്കാരി ഉത്തരം പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ എഴുതുന്നു. അതായത് മേശപ്പുറത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മടിയിലൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്യാരക്ടറിൻ്റെയും മാനറിസംസും ക്യാരക്ടറൈസേഷൻസിൻ്റെ ഓരോ ന്യൂആൻസസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു ഡയറക്ടറാണ് രതീഷ് പൊതുവാൾ. അപ്പം അത് എല്ലാ കഥാപാത്രങ്ങളിലും അങ്ങനത്തെ ഡീറ്റെയിലിങ്ങുകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സ്, ആൾക്കാരുടെ ചെറിയ ചെറിയ ക്യാരക്ടറൈസേഷൻസ് പോലും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് വളരെ ഓർഗാനിക്കായിട്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഇതിലുണ്ട്. പിന്നെ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ഗൗരവം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ എൻ്റെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഓഫീസ് ബോയാണ്, ഒരു ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ പുള്ളി ചെയ്യാത്ത ജോലികളില്ല. പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു മേഖലയിലുള്ള ഒരാളുടെ ഒരു സമൂഹത്തിന്റെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെന്റേറ്റീവാണ് ചിലപ്പോൾ സേതു. അയാളുടെ ജീവിതത്തിലേക്ക് മറ്റു പലരും കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സജിൻ ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ കടന്നു വരുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ആ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ എല്ലാവരും എങ്ങനെയാണ് സേതുവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഹാസ്യരൂപേണയും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിലും കുറച്ച് ഇമോഷണലായിട്ടും കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടും പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതിൽ ഈ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ, അത് രസകരമായിട്ടുള്ള രീതിയിൽ, ഇമോഷണലായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് പൊതുവാൾ എന്ന സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ചാക്കോച്ചന്റെ കംബാക്ക് പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ട്രാഫിക് മുതൽ ഇങ്ങോട്ടുള്ള സിനിമാസ് നോക്കുവാണെങ്കിൽ, ഇപ്പൊ നോക്കുവാണെങ്കിൽ ചാക്കോച്ചൻ ജസ്റ്റ് റൊമാൻറ്റിക് ഹീറോയ്ക്ക് അപ്പുറത്തേക്ക് എന്താ പറയാ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, ഇവൻ വില്ലൻ ഉൾപ്പെടെ. അപ്പം ഇതിനുള്ള കോൺഫിഡൻസ് എവിടെ നിന്നായിരുന്നു? ഇതിന്റെ ടീഷേഴ്സ് എല്ലാം പൊളിച്ചെടുക്കണമെന്നൊക്കെ തുടങ്ങിയ ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ അത് തുടക്കകാലത്ത് സിനിമയെ സ്നേഹിക്കാതെ ആഗ്രഹിക്കാതെ വന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ സ്നേഹം, പ്രേക്ഷകർ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയുകയും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളുടെയും സിനിമകളുടെയും ആവണം എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ശ്രമവും യാത്രയും തുടങ്ങിയത്. ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ, വ്യത്യസ്തമായ സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചെറിയ ക്യാരക്ടറുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ റോളുകളിലൂടെയാണെങ്കിലും എല്ലാം. ട്രാഫിക്കൊക്കെ അങ്ങനത്തെ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ, കുറെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ചെയ്യാതെ ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാളിപ്പോയിട്ടുമുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വളരെ പതുക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി വന്ന ഒരാളല്ല. അതിന്റെ പുറകിൽ കുറെ അധ്വാനങ്ങളുണ്ട്, കുറെ തിരസ്കാരങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, എല്ലാം അതിന്റെ ഭാഗമാണ്.